ഏട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ? വേണ്ട. നീയൊക്കെ പറഞ്ഞ ഈ വീട് ജീവിക്കാൻ കൊള്ളാത്തൊരു സ്ഥലമാക്കി മാറ്റിയത്. അങ്ങനെയല്ല ഏട്ടാ. ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ? എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഞാൻ പറയും. അക്ഷരമോളെ കുറിച്ചാ. ഏട്ടനത് കേക്കണം. വാശിയും വൈരാഗ്യവും കാണിച്ച അത് അവളുടെ ജീവിതത്തെയാ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. നിരഞ്ജനെ ഒരു അടിമയെ പോലെ ഏട്ട കാണരുത്. ആര് കണ്ടു? ഇവരുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നിരഞ്ജൻ ക്ലിനിക്ക് തുടങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. എന്നിട്ട് ഞാൻ സമ്മതിച്ചില്ലേ? അടിമയെ പോലെ കാണുന്നുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കുറ്റം കൊണ്ടല്ല, അത് അവരുടെ മനസ്സിന്റെ കുഴപ്പമാ. ശരി, അതെന്തെങ്കിലും ആയിക്കോട്ടെ. ഇപ്പോ നിരഞ്ജന് ചില തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട്. അത് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കാം, അല്ലായിരിക്കാം. അത് എന്തു തന്നെയായാലും എടുത്തു ചാടിയ ഒരു തീരുമാനം എടുക്കരുതെന്നാ എനിക്ക് പറയാനുള്ളത്. എടുത്താ രണ്ടു പാത്രത്തിലാവും. നീ എന്താ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കുകയാണോ? ഒരാളുടെ മുന്നിലും താണു കൊടുക്കേണ്ട ഗതികേടൊന്നും ഈ ജയശങ്കറിന് വന്നിട്ടില്ല. ഇത് വാശിയല്ല, ദുർവാശിയ. ഇതൊരിക്കലും അക്ഷരയ്ക്ക് ഗുണം ചെയ്യില്ല. ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങളൊന്നും നീ മറന്നിട്ടില്ലല്ലോ. നാട്ടുകാർ തല്ലാതെ വിട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാ. അല്ലെങ്കിൽ ഇപ്പോ ഏതെങ്കിലും ആശുപത്രി കിടന്നേനെ. അതൊക്കെ എനിക്കറിയാം ഏട്ടാ. അക്കാര്യത്തില് ഏട്ടന്റെ ഭാഗത്ത് തന്നെയാ ന്യായം. പക്ഷേ അക്ഷരയുടെ ജീവിതമല്ലേ ഏട്ടാ. അതിനൊരു കോട്ടവും തട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ. തന്ത്രപരമായി നല്ല നയത്തിൽ മുന്നോട്ട് പോകുന്നതാ നല്ലത്. അല്ലെങ്കിൽ ഇല്ല, ഞാനൊന്നും ഇപ്പൊ പറയുന്നില്ല. ഞാൻ പറയാതെ തന്നെ ഏട്ടനത് മനസ്സിലാവും. മറ്റെന്തിനേക്കാളും വലുത് സ്വന്തം മോളുടെ ഭാവിയാണെന്ന് ചിന്തിക്കുന്ന ആളാണ് ഏട്ടൻ. ആ ഏട്ടനോട് ഒന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഏട്ടൻ അറിയല്ല. ഏട്ടൻ അതുപോലെ പ്രവർത്തിക്കും. എനിക്ക് ഏട്ടനെ വിശ്വാസം. കാളി മഹാകാളി ദേവി നമോസ്തുതേ. കാളി മഹാകാളി ദേവി നമോസ്തുതേ. ദേവി മഹാമായേ അമ്മേ ഭദ്രകാളി. ഓം കാളി കാളി ഭദ്രകാളി ദേവി മഹാമായേ മഹാമായേ ദേവി ഭദ്രകാളി. എന്താ ചേച്ചി, കാവടി എടുക്കാറായോ? അമ്മേ മഹാമായേ അമ്മേ. നിങ്ങൾക്ക് ഭ്രാന്താണോ? ഇത് ഭൈരവി പൂജയാ. സർവശക്തിയായ മഹാകാളിയെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമം. സ്വർണം മോട്ടിച്ചവരെ കണ്ടുപിടിക്കണം, അവരെ എന്റെ മുന്നിൽ എത്തിക്കണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. സ്വർണ്ണമൊക്കെ ഇപ്പൊ അവര് വിറ്റ് കാശാക്കി കാണും. അതൊക്കെ കാളി നോക്കിക്കോളും. സ്വർണം എനിക്ക് തിരിച്ചു കിട്ടിയാ തല മൊട്ടയടിച്ച് ചന്ദനം പൂശി കാവടി എടുത്ത് മല നടന്ന് കയറും. അതാ നേർച്ച. നല്ല നേർച്ച. ഏത് മലയാ കയറുന്നേ? പഴനിമല. ആര് കേറും? നീ കേറും. ഞാനോ? അതെ, എനിക്ക് കേറാൻ പറ്റില്ലല്ലോ, എനിക്ക് മുട്ടുവയ്യല്ലോ. എനിക്ക് പകരം നീ കേറും. നല്ല ബുദ്ധിയാണല്ലോ. നിങ്ങളുടെ സ്വർണം കിട്ടാൻ ഞാൻ മല കയറണോ? അത് തല മുട്ടയടിച്ച്? അതെ, ഞാൻ കൊടുത്ത ഉറപ്പാത്. നിന്നോട് ചോദിക്കാതെ ഉറപ്പെടുക്കാൻ നിങ്ങളുടെ ആര് പറഞ്ഞു? എന്താ നിനക്ക് അതിന് എതിർപ്പുണ്ടോ? അതേ ഉള്ളൂ. എങ്കിൽ അനുഭവിക്കാൻ ഒരുങ്ങിക്കോ. നിന്റെ തലയ്ക്ക് ഭ്രാന്ത് വരും. കൊടുത്ത വാക്ക് തെറ്റിച്ചാൽ അതാ ഫലം. അത് ഞാൻ വാക്ക് കൊടുത്തില്ലല്ലോ. ഞാൻ വാക്ക് കൊടുത്തല്ലോ. ഒരു വീട്ടിൽ ഒരാൾ വാക്ക് കൊടുത്താ മതി. പൊന്നു മോളെ, നിന്നെ കൊണ്ട് ഞാൻ കാവടി എടുപ്പിച്ചിരിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ വ്രതം ഇന്നു മുതൽ നീ തുടങ്ങിക്കോണം. എന്നെ കൊണ്ടൊന്നും പറ്റില്ല.
പ്രാതേ അതൊന്നും നടക്കുന്ന കേസല്ല. എനിക്ക് എന്റെ സ്വർണം കിട്ടണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. കാളി കാളി ഭദ്രകാളി നമോസ്തുതേ, ദേവി നമോസ്തുതേ, കാളി 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 നമോസ്തുതേ ഭദ്രകാളി.